ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ളതേ, ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം ഉണ്ടാവും. അതായത് നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കണ, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ടൈമിലൊക്കെ നമ്മൾ അവിടെ ആയിരിക്കും പോയിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കുന്നതേ അങ്ങനെ ഒരു ഇടമാണ്. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടൊരിടം, സ്കൂളിൽ സ്റ്റാഫ് റൂമിൽ ഞാൻ ഇരിക്കുന്ന സ്ഥലം. ഓക്കെ, ഞാൻ ആദ്യമായിട്ട് ഈ സ്കൂളിൽ വന്നപ്പം, അതായത് സ്റ്റാഫ് റൂമിൽ കയറിയപ്പം പരിചയപ്പെട്ടത് അശ്വതി മാമിനെയും അനസൂയ മാമിനെയാണ്. അവർ ഞാനിപ്പോൾ ഈ കാണിച്ച സ്ഥലത്തിന് തൊട്ടപ്പുറത്തായിട്ടായിരുന്നു ഇരുന്നത്. അപ്പോൾ എന്നെ കണ്ട ഉടനെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് മാം എൻ്റെ അടുത്ത് ഇരിക്കുമെന്ന് പറഞ്ഞൊരു പ്ലേസാണിത്. അപ്പോൾ അന്ന് മുതൽ ഞാൻ കുറ്റി ഉറപ്പിച്ചൊരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കരുതിയത് എന്താണെന്ന് വെച്ചാൽ, നോർമലി നമ്മൾ സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ സ്റ്റാഫ് റൂമിൽ നമ്മളെല്ലാ ടീച്ചേഴ്സിനെയും ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമൊക്കെ എല്ലാ ടീച്ചേഴ്സും ഉണ്ടാവും. അവരുടെ പീരീഡ്സ് വരുമ്പോൾ അവർ പോകും, അങ്ങനെയാണല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ക്ലാസ് ടീച്ചേഴ്സ് ക്ലാസ്സിൽ തന്നെയാണ് ഉണ്ടാവുക. പിന്നെ അവരുടെ പീരീഡ്സ് ഉണ്ടാകുമ്പോൾ അവർ പോകും. അത് കഴിഞ്ഞ് അവർ അവരുടെ ക്ലാസ്സിൽ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ലഞ്ച് ടൈം ആവട്ടെ, ലഞ്ച് ബ്രേക്കിനാവട്ടെ, ടീ ബ്രേക്കിനാവട്ടെ, ഈ സ്റ്റാഫ് റൂമിലേക്ക് അങ്ങനെ അധികം ആരെയും കാണാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ സ്റ്റാഫ് റൂമിനെ പറ്റി പറയുമ്പം എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ആ രണ്ട് മാമിനെയാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് അവരെയാണ് മീറ്റ് ചെയ്തത്. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ടീച്ചേഴ്സാണ് കേട്ടോ. ഞാൻ ക്ലാസ് ടീച്ചർ അല്ലാത്തത് കൊണ്ട് തന്നെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഞാൻ സ്റ്റാഫ് റൂമിൽ വന്നിട്ട് ഇവിടെ ഇരിക്കും. എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന ഒരു കംഫർട്ട് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. കാരണം എനിക്ക് ഇവിടെ വന്ന ഉടനെ ഈ വിൻഡോസൊക്കെ ഇങ്ങനെ തുറന്നിടണം. പിന്നെ ഒരു കിളിവാതിൽ പോലെ കണ്ടില്ലേ, അതും ഞാൻ തുറന്നു വയ്ക്കാറുണ്ട്. പൊതുവേ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ഇപ്പോൾ കുറച്ച് അധികം തണുപ്പുണ്ട്. അപ്പോൾ ഇവിടെ വന്ന് ഈ വിൻഡോസൊക്കെ തുറന്നു കഴിഞ്ഞാൽ നല്ല അസൽ സൂര്യപ്രകാശം കിട്ടും നമുക്ക്. നമ്മുടെ ഫേസിലേക്ക് ഡയറക്റ്റ് ഇങ്ങ് അടിക്കും. അത് ആ ഒരു ചൂടും ആ രാവിലെ കിട്ടുന്ന ആ ഒരു വൈബ് ഉണ്ടല്ലോ, അത് ശരിക്കും അടിപൊളിയാണ് കേട്ടോ. ക്ലാസ് ടീച്ചേഴ്സ് അല്ലാത്ത ഞങ്ങൾ 4 ടീച്ചേഴ്സാണുള്ളത്. അപ്പോൾ അധികവും ഞങ്ങൾ സ്റ്റാഫ് റൂമിൽ, അതായത് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഉണ്ടാവാറുണ്ട്. എൻ്റെ ഒരു പ്രധാന ഹോബി എന്താണെന്ന് വെച്ചാൽ, ഞാൻ അവിടുന്ന് പുസ്തകമൊക്കെ എടുത്ത് വായിക്കാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ കിളിവാതിലിൻ്റെ ഉള്ളിലൂടെ പുറത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ ഇരിക്കുന്നതിൻ്റെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ആ ചെറിയ ആ ഒരു വിൻഡോ ഉള്ളത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, രാവിലെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല കാറ്റ് ഡയറക്റ്റ് അടിക്കും. അതിൻ്റെ കൂടെ തന്നെ മുകളിലൂടെ നല്ല വെയിലടിക്കും. പിന്നെ പുറത്തേക്കുള്ള കാഴ്ച നമുക്ക് കാണാൻ കഴിയും. സ്കൂളിൽ കുട്ടികൾ വരുന്നത്, അതുപോലെ തന്നെ കുറേ ആൻറ്റിമാർ, അമ്മമാർ, അതുപോലെ അച്ഛന്മാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നതൊക്കെ കാണാം. പിന്നെ പല ടൈപ്പ് മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഈ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇങ്ങനെ ഓട്ടപ്പാച്ചിൽ നടത്തുന്ന ആളുകൾ, അറ്റ് ദ സെയിം ടൈം ലൈഫ് ആസ്വദിക്കുന്ന ആളുകളെയും ഞാൻ കാണാറുണ്ട്. പിന്നെ ഈ റോഡിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരുപാട് വലിയ മരങ്ങളൊക്കെ ഉണ്ട്. നല്ല കാറ്റ് വീശുമ്പോൾ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. എന്ത് രസമാണെന്നറിയോ അത് കാണാനായിട്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല തേങ്ങാ ചമ്മന്തിയും അതുപോലെ തൈരും ഒരു ഉണക്കമീനൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് ഈ തണുത്ത കാറ്റിൻ്റെ കൂടെ ഈ വെയിലും കൂടെ കിട്ടുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറ്. ഒരു പ്രത്യേക സുഖമാണേ. രാവിലെ തന്നെ ആ എനർജി അങ്ങ് ഓട്ടോമാറ്റിക് വന്നോളും. അപ്പോൾ ആ എനർജിയൊക്കെ കുട്ടികളിലേക്ക് പകർന്ന് ഏകദേശം ഉച്ചയാകുമ്പോൾ നമ്മുടെ രേവൂസ് ഇങ്ങോട്ട് എത്തും. അവളുടെ ഡ്രൈവർ അങ്കിൾ കൊണ്ടുവിടും. പിന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആണെങ്കിൽ എൻ്റെ കൂടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും. ഞാനിപ്പോൾ എൻ്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ അവൾക്ക് വായിക്കണം, ഞാനെന്ത് എഴുതുകയാണെങ്കിൽ അവൾക്ക് എഴുതണം. അപ്പോൾ അവൾക്കായിട്ടും കുറച്ച് പുസ്തകങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ചിത്രം വരയ്ക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ സാമഗ്രികളൊക്കെ അവിടെ ഉണ്ട്. ഞാനിനി ക്ലാസ്സിലാണെങ്കിൽ അവൾ കുറച്ച് നേരം ഇരുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ പോയി കിടന്നുറങ്ങും. അവിടെ ബെഡുണ്ട്, അവിടെ പോയി കിടന്നുറങ്ങും. രാവിലെ 6:30 പോകുന്നത് കൊണ്ട് തന്നെ അവൾക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ക്ഷീണമാണ്. അപ്പോൾ ഞാനില്ലെങ്കിൽ പെട്ടെന്ന് ഉറങ്ങും. ഞാനുണ്ടെങ്കിൽ കുറച്ച് നേരം എൻ്റെ കൂടെ സംസാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആൾ കിടന്നുറങ്ങാറ്. ഇതിനിടയിൽ ഞാൻ പറയാൻ വിട്ടു, ആ പൂക്കളും അതുപോലെ അവിടെ ഒരു ക്ലൗഡൊക്കെ കണ്ടില്ലായിരുന്നു, നമ്മൾ നേരത്തെ ഒരു ക്രാഫ്റ്റ് കണ്ടില്ലായിരുന്നോ? അതൊക്കെ എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാൻ അവർക്കൊരു ഹോളിഡേ ഹോംവർക്ക് കൊടുത്തപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിലെനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ കൊണ്ടുവന്നിട്ട് സ്റ്റാഫ് റൂമിൽ വെച്ചതാണ്. ഇപ്പോൾ ഇതേ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം രവൂസിനെ വിളിച്ചിട്ട് ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആശാനെ വിളിച്ചുണർത്താൻ ഇച്ചിരി പാടാണ്. എഴുന്നേക്കുമെങ്കിലും ആ ഒരു ക്ഷീണം കൊണ്ട് തന്നെ ഒരു ഇച്ചിരി കൂടെ 2 മിനിറ്റ് കിടന്നോട്ടെ അമ്മ, 3 മിനിറ്റ് കിടന്നോട്ടെ അമ്മ എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ എൻ്റെ ഈ കോട്ടൊക്കെ അഴിച്ചു മാറ്റി പിന്നെ നമ്മുടെ ടിഫിനൊക്കെ ബാഗിൽ വെച്ച് പിന്നെ എൻ്റെ ജനവാതിലും ആ കിളിവാതിലൊക്കെ അടച്ച് വരുമ്പോഴത്തേക്ക് അവൾക്ക് എക്സ്ട്രാ 2-3 മിനിറ്റൊക്കെ കിട്ടും. ആ വിൻഡോസൊക്കെ അടയ്ക്കുന്ന സമയത്ത് ഞാൻ ചുമ്മാ ഒന്നുകൂടെ ഇങ്ങനെ ഏന്തി നോക്കും. എനിക്ക് എന്താ അറിയില്ല, ഇവിടെ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നോക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനിയിപ്പോൾ എന്താ, വീട്ടിലേക്ക് പോകണം. നമുക്ക് സന്തോഷം കിട്ടാൻ നമ്മൾ തന്നെ ശ്രമിക്കണം. ആ സന്തോഷം നേടിയെടുക്കാൻ നമുക്ക് പല വഴികളും ഉണ്ട്. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരുപാട് വഴികളിലൊന്നാണ് ഈ ഒരിടം. അവിടെ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന കുറച്ച് സമയം. സോ ഹാപ്പിനെസ് ഈസ് എൻജോയിങ് ദ ലിറ്റിൽ തിങ്സ് ഇൻ അവർ ലൈഫ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.